IPL ചരിത്രം ആരംഭിക്കുന്നത് 2008-ലാണ്. പ്രഥമ ചാമ്പ്യന്മാരായി മാറിയതാകട്ടെ രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ നോക്കുമ്പോൾ 2025 അരങ്ങേറുന്നത് IPL ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 18ാമത് എഡിഷനാണ്. ഇത്തവണത്തെ IPL ടൈറ്റിൽ സ്പോൺസേഴ്സായി മാറുന്നത് ടാറ്റയാണ്. ആകെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണമാകട്ടെ 10. ഈ 10 ടീമുകളിലായിട്ട് മാർച്ച് മാസം 22 മുതൽ ജൂൺ മാസം 3 വരെ ആകെ മൊത്തം 13 വേദികളിലായിട്ട് 74 മത്സരങ്ങളായിട്ട് ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് RCB അഥവാ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ കിരീട നേട്ടത്തിലേക്കും എത്തുന്നുണ്ട്. കിരീടത്തിലേക്ക് നയിച്ച അവരുടെ ക്യാപ്റ്റന്റെ പേര് രജത് പട്ടീദാർ. അതുപോലെ തന്നെ പറയാം നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയതും ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലിക്ക് കിരീടം എപ്പോഴും അകലെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പറായ 18ാമത്തെ IPL സീസണോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആ കിരീട നേട്ടത്തിലേക്കും അദ്ദേഹം എത്തുന്നുണ്ട്. പഞ്ചാബ് കിങ്സിനെ നയിച്ച ക്യാപ്റ്റന്റെ പേര് ശ്രേയസ് അയ്യറുമാണ്. ശ്രേയസ് അയ്യർ ഇതോടുകൂടി മറ്റൊരു നേട്ടത്തിന് അർഹനാവുന്നുണ്ട്. 3 വ്യത്യസ്ത ടീമുകളെ IPL ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റനായി നമ്മുടെ ശ്രേയസ് അയ്യർ മാറുന്നുണ്ട്. ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൃണാൽ പാണ്ഡ്യ ഫൈനലിലെ താരമായും മാറുന്നുണ്ട്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന താരത്തിന് നൽകുന്ന പുരസ്കാരമായ ഓറഞ്ച് ക്യാപ്പ് പുരസ്കാരത്തിന് അർഹനാവുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമായിട്ടുള്ള സായി സുദർശനാണ്. ഇതേ സായി സുദർശൻ തന്നെയാണ് ഇത്തവണത്തെ IPL സീസണിലെ എമർജിംഗ് പ്ലെയറായും അതുപോലെ തന്നെ ഫാന്റസി പ്ലെയറായും തെരഞ്ഞെടുക്കപ്പെടുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരത്തിന് നൽകുന്ന പുരസ്കാരമായ പർപ്പിൾ ക്യാപ്പ് പുരസ്കാരത്തിന് അർഹനാവുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയാണ്. 25 വിക്കറ്റുകളാണ് അദ്ദേഹം ഇത്തവണ വീഴ്ത്തുന്നത്. അതുപോലെ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദി സീസണായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈ IPL പുതിയ താരോദമായിട്ടുള്ള വൈഭവ് സൂര്യവംശി, നമുക്കറിയാം അദ്ദേഹത്തെ. IPL ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ്. ആ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് സൂര്യവംശിയാണ് ഈ സീസണിലെ സ്ട്രൈക്കർ ഓഫ് ദ സീസണായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ ടൂർണമെന്റിലെ അവസാന സ്ഥാനക്കാരായി മടങ്ങുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഇത്തവണത്തെ ഫെയർ പ്ലേ പുരസ്കാരം കരസ്ഥമാക്കുന്നത്. ഓരോ IPL ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്. വൈഭവ് സൂര്യവംശിയെ പോലെ സായി സുദർശനെ പോലെ ഇനിയും പുതിയ താരങ്ങൾ ഉയർന്നു വരട്ടെ.